ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? അപ്പം നമ്മളെ നോമ്പ് ഫസ്റ്റത്തെ 10 കഴിഞ്ഞു അല്ലേ? ബർക്കത്തിൻ്റെ 10. ഇനി നമുക്ക് രണ്ടാമത്തെ 10ക്കാണ് കിടക്കുന്നത്. അപ്പം ഇതുവരെയൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെയൊക്കെ നോമ്പിൻ്റെ അവസ്ഥകൾ? സുഖമല്ലേ? നല്ല ചൂടുണ്ട് അല്ലേ? അപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു മീനാണ് കിട്ടിയിരിക്കണം കേട്ടോ. അതിന് എന്തൊരു മീനാണ് പറയാ, ഒരു എന്തൊരു മീനാന്നാവ പേരൊന്നും അറിഞ്ഞൂടാ. അപ്പം അതിൻ്റെ തൊലി നമുക്ക് തൊലി കളയണം. അങ്ങനത്തെ മീനാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ നോമ്പിന് മീനൊക്കെ കിട്ടുക 2 മണിക്കാട്ടോ. അപ്പം നമ്മളെ കുളിയൊക്കെ കഴിയൂലേ? ഈ കുളി കഴിഞ്ഞിട്ട് മീൻ കിട്ടുന്നത് ഭയങ്കര ഒരു എന്തൊക്കെയോ ആണ്. ഏതായാലും ഞാനതെങ്ങനെയൊക്കെയോ കട്ട് ചെയ്തു കേട്ടോ. പക്ഷേ തൊലി പെട്ടെന്ന് ഇളക്കിയപ്പോൾ പോരുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഞാനതിൽ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചങ്ങാണ്ട് അവിടെ എടുത്ത് അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. എന്നാൽ പിന്നെ എല്ലാം പൊയ്ക്കോളും. അങ്ങനെ അവിടെ ഇച്ചിരി നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ നമുക്കിന്ന് കുറച്ച് പുഡിങ് ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ ഇന്നുണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെഡ് വെച്ചുങ്ങാണ്ടാട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പറ്റും. ഇനിയിപ്പോൾ പാത്രങ്ങളില്ലാത്തവർക്കും ഉണ്ടാക്കാം കേട്ടോ. പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കാത്തതെന്ന് വിചാരിച്ചണ്ട. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു വട്ട കിണ്ണം സ്റ്റീലിൻ്റെയാണ് എടുത്തേക്കണത്. പിന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡറും പാലുമാണ് വേണ്ടത്. കസ്റ്റാർഡ് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ബ്രെഡിൻ്റെ അരികു ഭാഗമൊക്കെ കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പം അത് നമുക്ക് പാത്രത്തിൻ്റെ അടിഭാഗത്ത് നല്ലോണം നിരത്തി കൊടുക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിരത്തുന്നത്. പിന്നെ നമുക്കിങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ അനുസരിച്ച് കട്ട് ചെയ്തൊക്കെ ശരിയാക്കി വെക്കണം. കുറച്ച് സമയം വേണമെന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എല്ലായിടത്തും കൂടി അങ്ങോട്ട് പിന്നെ വെച്ചിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഇച്ചിരി കസ്റ്റാർഡ് പൗഡറും പാലും കൂടിയും കൂട്ടിയത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഫ്രൂട്ട്സുകളൊക്കെ നോമ്പ് കാണാൻ വന്ന പോലെയൊക്കെ തന്ന ഫ്രൂട്ട്സുകളാണ്. അപ്പോൾ വെറുതെ കേടെടുത്തി കളയണ്ടല്ലോ. നോമ്പ് കുറിച്ചുമ്പോൾ മാത്രമേ തിന്നുള്ളല്ലോ. പിന്നെ ഇങ്ങനെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാൽ നമുക്ക് നോമ്പ് കുറിച്ചുമ്പോൾ കഴിക്കണവർക്ക് കഴിക്കാം. അപ്പം അങ്ങനെ ഞാൻ ഒരു ലെയർ വെച്ച് അതിൻ്റെ മേലെ ഞാനിത് കുറച്ച് എല്ലായിടത്തും കൂടി ആക്കി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൽ മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ ഈത്തപ്പഴം, പിന്നെ ആപ്പിള്, പഴം, തണ്ണിമത്തൻ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കിട്ടിയതൊക്കെ ഇട്ട് കൊടുത്തേക്കണ്. എന്താ ചോദിച്ചാൽ ഇതൊക്കെ വെറുതെ കേടന്ന് പോവും. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പം അതെല്ലായിടത്തും കൂടി വെച്ച് നല്ലോണം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ പിന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം. അങ്ങനെ അതും കൂടി നിരത്തി എല്ലായിടത്തും കൂടി ആക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അത് അതിൻ്റെ മേലെ പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ നിരത്തുക. അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് ഫുള്ളും ഫില്ലാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പിന്നെ ചെറി ഉണ്ടല്ലോ, ചെറി മുറിച്ച് വെച്ചാലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ മുന്തിരി തന്നെ മുറിച്ചങ്ങാണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കാണ്. അപ്പം ഇത് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചങ്ങാണ്ട് കോരി കഴിക്കാം. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കട്ടയായി കഴിഞ്ഞാൽ.
പക്ഷേ കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചങ്ങാണ്ട് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു തരുന്നത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റാകാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിക്ക് മാറ്റുന്നുണ്ട്. പിന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ ഉപയോഗിച്ചതൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് തരാൻ മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടോളി കേട്ടോ. പിന്നെ പുതിയ പുതിയ വീഡിയോസ് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളേതായാലും വീഡിയോ ഇങ്ങനെ ഇടണമല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് കൂടുന്ന കാണുമ്പോഴാണല്ലോ നമുക്കതൊരു സന്തോഷം വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അരിഞ്ഞ് വെച്ചത് മൊത്തം ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് സെറ്റാക്കി അമർത്തി വെച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും കൊണ്ട് ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. ഈ ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ വെറുതെ കേടെടുത്തി കളയണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടമാവും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് അല്ലേ നല്ലതാണല്ലോ. നോമ്പിന് ചൂടിനൊക്കെ നല്ല ഇതാണ്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചങ്ങാണ്ട് എല്ലാവർക്കും പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചുമയൊക്കെ എല്ലാവർക്കൊക്കെ. എന്നാലും ഇത് നല്ലോണം കസ്റ്റാർഡ് പൗഡറിനെ നല്ലോണം കുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിത് എടുത്തെടുത്ത് കുറച്ചുള്ളായിരുന്നു ഈ പിന്നെ കസ്റ്റാർഡ് പൗഡർ. അതുകൊണ്ടാണ് പാലിൽ കൂട്ടിങ്ങാണ്ട് ഇതാക്കി. അല്ലെങ്കിൽ നമുക്കിത് മാത്രം കുറുക്കിങ്ങാണ്ടാക്കിയാൽ പെട്ടെന്ന് സെറ്റാവും കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? നോമ്പൊക്കെ അങ്ങനെ പോണുണ്ടല്ലേ. കുറേ ചൂടും കുറേ മഴ തുള്ളിയിടും. അന്നത്തെ ചൂടിനെ പിന്നെ പറയണ്ട. അങ്ങനെയൊക്കെയാണ്. മക്കൾക്കൊക്കെ പരീക്ഷയാണ് തുടങ്ങണം. നാളെ മുതൽ പരീക്ഷയാണ്. ഇന്നിപ്പോൾ പോയിക്കണം. അപ്പം അങ്ങനെ ഇതാ മുന്തിരിയും കൂടി നിരത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റിയാൽ അത് സെറ്റാവും കേട്ടോ. ഞാനിപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചു തരാം. സ്പൂൺ വെച്ചങ്ങാണ്ട് നമ്മൾ എടുക്കണം. അപ്പോൾ സെറ്റാകാതെ എടുത്താൽ കട്ട ആയി കാണൂല. പക്ഷേ അതുവരെ വെക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഒന്ന് കാണിച്ചു തന്നോന്നുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇത് ചെറി വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടി കാണാൻ ഭംഗിയുണ്ടാവും. ചുമപ്പ് കളറായതുകൊണ്ടേ. അപ്പോൾ പിന്നെ അതേമാതിരി നമുക്കിതിൽ കളറൊക്കെ കൂട്ടാവാണെങ്കിൽ കേട്ടോ. ഈ ഇതിൻ്റെ കളറ് മാറ്റിങ്ങാണ്ട് വല്ല ചുമപ്പോ നല്ല ഗ്രീനോ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കളറൊക്കെ കൊടുക്കാം. ഇത് അങ്ങനെ ഇതിൻ്റെ അരികൊന്ന് എടുത്ത് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നമ്മളിവിടെ സെറ്റായി കഴിഞ്ഞാൽ നല്ലോണം നമുക്കിങ്ങനെ കട്ടയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. ടാറ്റാ. അസ്സലാമു അലൈക്കും.